അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പിർസത്തു ചങ്ങായിമാർ ഇണ്ട് ചൊല്ലത് കിനാവുടെ വ്യാഖ്യാനമായിട്ടിക്കട് ഈ ഒരു 7 കിനാവ് കണ്ടെങ്കിൽ അവൻ്റെ സമ്പത്ത് ആസ്തി കാസെല്ലാം അവനക്ക് യാറാവോടും ഉണ്ടായിട്ടിക്കട് എന്തിനായിട്ടിക്കട് അതുണ്ട് നോക്കുക. അൽഹംദുലില്ലാ ഞങ്ങളെ കഴിഞ്ഞ ക്ലാസ് ചുമ്മത്ത ആൾമാറും കേട്ടാൽ ഞങ്ങളെ ക്ലാസ്സിൽ പിർസ വെക്കിടങ്ങ ഇത്ര ആൾമാർക്കും ഇത്ര ഗ്രൂപ്പുകളെല്ലാം അത് എത്തുപാട്ടി സഹകരിക്കിടങ്ങ അതിരെ കീഴിൽ ചുമ്മ വിഷയിച്ചൊന്നിട്ട് ദ്വാർക്കൊണ്ടോട്ട് ഏൽപ്പിച്ചങ്ങ അർഹമുർ റാഹിമീനായ അങ്ങലെയും നങ്ങലെയും എല്ലാ ഹലാലായ ഉദ്ദേശ പൂർത്തിയാക്കി തരട്ടെ. എല്ലാ ബേജാറും തീർത്തിട്ട് ഖൈറായ സന്തോഷമുള്ള ജീവിതം പടച്ചോൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പിർസത്തു ചങ്ങായിമാർ എല്ലാവരും കിനാവ് കാണുക എനിക്ക് താൽമാർ നല്ല നല്ല കിനാവ് കാണുകയും നല്ല നല്ല വ്യാഖ്യാനം ഉണ്ടാകും ആഗ്രഹിക്കടെ ആൾമാറായിട്ടിക്കടെ ഞങ്ങളെ കിനാവിടെ സംബന്ധിച്ചിട്ട് മുന്നോലും ചമ്മ വിഷയം ഞങ്ങൾ ചൊന്നതായിട്ടിക്കടെ പല ആൾമാരും അങ്ങ് കണ്ടെങ്കിൽ കിനാവിടെ വ്യാഖ്യാനമല്ല കേട്ടങ്ങ ഉള്ളാർ എല്ലാവർക്കും വേനായ പോലെ ഉത്തരവ് കൊടുക്കുകയും ആയിട്ടില്ല. അപ്പൊ എല്ലാവർക്കും ഒരു ഉപകാരമാവട്ടെ ഉണ്ടായിട്ടിക്കടെ ഈ ഒരു വീഡിയോ ആക്കിക്കൊണ്ടുള്ളത്. ഈ ചൊല്ലത് ഈ ഒരു 7 കിനാവ് ഒരാൾ കാണുന്നുണ്ടെങ്കിൽ അയാളെ നിഅമത്ത് അയാളെ സമ്പത്തും ആസ്തിയും കാസുമെല്ലാം യാറാവിടെ ഉണ്ടായിട്ടിക്കടെ മഹാന്മാർ ചൊന്ന് തന്നെ എനിക്ക് എത്ര വിഷയമായിട്ടിക്കടെ അല്ലാണ്ട് എൻ്റെ സ്വന്തം അഭിപ്രായമല്ല. മഹാനായിട്ടുള്ള അബ്ദുൽ ഗനി അന്നാബൽസി റഹ്മത്തുള്ളാഹി അലൈഹി അതേപോലെ ഇബ്നു സീരീൻ റഹ്മത്തുള്ളാഹി ഇങ്ങ ലോക പ്രസിദ്ധരായിട്ടുള്ള കിനാവുടെ വ്യാഖ്യാന ചുള്ളയിൽ ലോകത്ത് അറിയപ്പെട്ട ഗണിക്കത്തെ 2 വലിയ മഹാന്മാരായിട്ടിക്കിടാർ. അപ്പൊ ഇങ്ങ ജന്നാലി എഴുതിയ ഗണിക്കത്തെ കിതാബ് ഒട്ടാക്കിയതായിട്ടിക്കിട് മുഅ്ജമു തഫ്സീറിൽ അഹ്ലാം ചൊല്ല ഗണിക്കത്തെ കിതാബ് ഈ ഒരു കിതാബിൽ ചൊന്നതായിട്ടിക്കിട് ഈ ഒരു വിഷയം ഈ ഒരു 7 കിനാവ് കണ്ടെങ്കിൽ അയാൾ നിഅമത്ത് സമ്പത്ത് യാറാവിടെ ഉണ്ടായിട്ടിക്കിട് ഏതായിട്ടിക്കിട് ഞങ്ങൾ നോക്കാം. ഒന്നാമത്തേത് മൻ റആക അന്നഹു ഖാരിജുൻ ഇൽ ഹജ്ജ് ഫീ വഖ്തിഹി ഒരാൾ ഹജ്ജിക്ക് പോകേണ്ടതായിട്ട് കിനാവ് കണ്ട്. എപ്പോൾ ഇത് ഹജ്ജിന്റെ ടൈമിൽ ഇപ്പൊ ഹജ്ജിക്ക് പോകേണ്ട ഒരു ടൈമല്ലേ. അപ്പൊ ഇങ്ങനത്തെ ഒരു ടൈമിൽ ഒരാൾ അയാൾ ഹജ്ജിക്ക് പോകേണ്ടതായിട്ട് കിനാവ് കണ്ടെങ്കിൽ അതിലെ ഒരു ചൊമ്മ ഗുണങ്ങളായിട്ട് ഇവിടെ ഉള്ളത്. ഒന്നാമത്തേത് ഇൻകാന താജിറൻ റബിഹ ഈ കണ്ട ആള് നല്ലൊരു ബിസിനസ്മാൻ കച്ചവടാക്കുന്ന ആളായിട്ട് കണ്ടെങ്കിൽ റബിഹ അയാൾ ബിസിനസ്സിൽ ഭയങ്കരമായിട്ടുള്ള ലാഭം കിട്ട് അയാൾ സമ്പത്ത് യാറാവിടെ ഉണ്ടായിട്ട് വൈകാന മദിയൂൻ ഖലാദൈനുഹു ഒരാള് കടത്തിലുള്ള ഗണിക്കത്തെ ഒരാളായിട്ട് ഇവിടെ ഹജ്ജിക്ക് പോകേണ്ടതായിട്ട് കിനാവ് കണ്ടെങ്കിൽ അയാളെ കടെല്ലാം വീടി പോണ്ട് അതുക്കുള്ള മാർഗമെല്ലാം പഠിച്ചോ തുറന്നു കൊടുക്കണാണ്ടായിട്ടിക്കടെ വൈകാന മഅസൂലൻ റുദ്ദത്തി ഇലൈഹിൽ വിലായ ഒരു വലിയ സ്ഥാനത്തിലുള്ള ഒരു അധികാരത്തിലുള്ള എനിക്കത്തെ പോസ്റ്റ് ഉള്ള ഒരാൾ അയാൾ ആ സ്ഥാനെല്ലാം പോയിട്ടിന്നേന് കണ്ടെങ്കിൽ അയാൾ ഇങ്ങനത്തെ ഒരു കിനാവ് കാണുന്നുണ്ടെങ്കിൽ അയാൾ ആ ഒരു സ്ഥാനം തിരിച്ചു കിട്ടുക അയാൾ അധികാരം അയാൾക്ക് തിരിച്ചു കിട്ടുന്നുണ്ടായിട്ടിക്കടെ വൈകാന മരീലൻ ഒരു രോഗിയായിട്ടിക്കടെ ഇങ്ങനെ കാണുന്നുണ്ടെങ്കിൽ ഒഫിയ അയാളെ രോഗത്തിന് ഷിഫാ ശമനം കിട്ടുന്നുണ്ടായിട്ടിക്കടെ. രണ്ടാമത്തേത് ഹറക്കത്തു ദക്കരി വന്തി സ്വാബുഹു യദുല്ലു അലാ സിയാദത്തിൽ മാലി വകസറത്തിൽ ഔലാദി വൽ ജാഹി. ഇതിന്റെ അർത്ഥം ഇതിനങ്ങ് പഠിക്കണായ ഗണിക്കത്ത് ഒരു വിഷയമായിട്ടിക്കടെ. ഇത് മഹാന്മാർ അങ്ങനെ കിതാബിൽ എഴുതിയ ഗണിക്കത്ത് ഒരു വിഷയമാണ്. അതുകൊണ്ട് പഠിക്കുന്ന വിഷയത്തിൽ ഞങ്ങൾ ചങ്കി കാട്ടുകയില്ലാണ്ടായിരിക്കും. അപ്പൊ ഇതിന്റെ അർത്ഥം ചൊല്ലത് ഒരു ആന്റെ ലിംഗ ശിഷ്ണ എഞ്ചി നിൽക്കുന്നതായിട്ട് ഉയർന്നതായിട്ട് അല്ലെങ്കിൽ ആ ഒരു ലിംഗം ഇങ്ങനെ പന്തരതായിട്ട് കിനാവ് കാണുന്നുണ്ടെങ്കിൽ യദുല്ലു അലാ സിയാദത്തിൽ മാൽ അയാൾക്ക് സമ്പത്ത് യാറാവിടെ ഉണ്ടായിട്ടിക്കടത് അറിയിക്കടത് അയാൾക്ക് ആസ്തിയും സമ്പത്തും എല്ലാം യാറാവുട് വകസറത്തിൽ ഔലാദി കുറെ മക്കങ്ങ ഉണ്ടാവുട് വൽജാഹി അയാളെ സ്ഥാനം അയാൾക്ക് ഒരേ പദവിയും സ്ഥാനവും കിട്ടുന്നതായിട്ടിക്കടെ മഹാന്മാർ അങ്ങനെ കിതാബിൽ ചൊന്നെന്ന് എനിക്കത്തെ ഒരു വിഷയം. ഈ കിനാവും ചൊല്ലത് ഇപ്പൊ ഞങ്ങൾ നിരിച്ചിട്ട് ഇങ്ങനത്തെ കിനാവ് കാണണമെന്ന് ചൊന്നിട്ട് ഷെഡ്യൂൾ ആക്കിയിട്ട് എന്തും കിനാവ് കാണേണ്ടതല്ല. അത് പടച്ച റബ്ബിയുടെ തീരുമാനമായിട്ടിക്കടെ ഓരോ കിനാവും ചൊല്ലത് അത് ചില കിനാവിൽ പഠിച്ചോ നമുക്ക് ചില സന്തോഷ കാര്യങ്ങൾ അറിയിച്ച് തണ്ടായിട്ടിക്കടെ. അപ്പൊ അതിൽപ്പെട്ട ഒന്നായിട്ടിക്കടെ ഇത് ഇങ്ങനത്തെ ഒരു കിനാവ് ഒരാൾക്ക് പോകുന്നേണ്ടെങ്കിൽ അപ്പൊ അതിന്റെ വ്യാഖ്യാനേന്ദ്രിയം നമുക്ക് ഒന്നാവണല്ലോ. അതുകൊണ്ടായിട്ടിക്കടെ മഹാന്മാർ ചൊന്നത് ഇങ്ങനത്തെ ഒരു കിനാവ് നിങ്ങൾ കണ്ടെങ്കിൽ അത് നിങ്ങളെ സമ്പത്ത് യാറാവുടെ മേലായിട്ടിക്കടെ നിങ്ങൾക്ക് തെരിപ്പാട്ടത്. മൂന്നാമത്തേത് ഒരാൾക്ക് തന്നിര കിനാവ് കാണ്ട് എന്നുണ്ടെങ്കിൽ യദുല്ലു അലൽ മാൽ അതും സമ്പത്ത് യാറാവുടും ചൊല്ലതായിട്ടിക്കടെ അതിന്റെ വ്യാഖ്യാനം. അതേ സമയത്ത് വസബദുൽ മായി തന്നിൽ നൊര ഇപ്പൊ തന്നിൽ നൊരല്ല പണ്ടല്ലേ ആ ഒരു നൊരയായിട്ടിക്കടെ ഒരാള് കിനാവ് കണ്ടെങ്കിലും അതിനർത്ഥവും അയാൾക്ക് സമ്പത്ത് യാറാവിടെ ഉണ്ടായിട്ടിക്കടെ. പക്ഷെ ലാ ഖൈറ ഫീ അയാൾ ആ സമ്പത്തിൽ എന്തില്ല ഖൈറില്ലാത്ത സമ്പത്ത് അയാൾക്ക് യാറാവിടെ ഉണ്ടായിട്ടിക്കടെ. നാലാമത്തത് അൽ ഫസ്ദു ബിൽ യമീൻ അതായത് ബൽത്തെ ഭാഗത്തിൽ ഫസ്റ്റ് എന്തെങ്കിലും ഞങ്ങൾ ഒന്നുണ്ടോ പണ്ടത്തെ കാലത്തിലല്ല ഈ ബെടക്ക് ചോരെടുക്കോ വേനായിട്ട് ഇങ്ങനെ കുത്തി വെച്ചോടി ഇന്നിപ്പ ഹിജാമെല്ലാം
കിടക്കാണ്ട്. അപ്പൊ അതെന്ത് വേനായിട്ട് നിങ്ങൾ ശരീഅത്തുൽ എനിക്കത്തെ ആ ബെടക്ക് ചോരലെടുക്കുന്ന മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാലത്ത് പണ്ടേ ഉള്ള എനിക്കത്തെ ഒരു ചികിത്സയായിട്ട് ഈ ഒരു ഹിജാമ ഫസ്റ്റ് എല്ലാം ചൊല്ലും. അപ്പൊ ഒരാളെ ബൽത്തെ ഭാഗത്ത് കയറ്റിക്കിട്ട് ഇങ്ങനെ ഫസ്റ്റ് ഒരു ഹിജാമ ആക്കുന്നതായിട്ട് കിനാവ് കാണേണ്ടെങ്കിൽ അതായത് സിയാദത്തുൽ മാൽ, അയാൾക്ക് സമ്പത്ത് യാറവിടെ ഉണ്ടായിട്ടിക്കട്. അതേ സമയത്ത് ഒബിഷിമാൽ ഇടത്തേ ഭാഗത്തിലായിട്ടിക്കട് അങ്ങനെ ഹിജാമാക്കരുത് കാണേണ്ടെങ്കിൽ സിയാദത്തും ഫിൽ അസ്തിഖാ, അയാൾക്ക് കുറേ ചങ്ങായിമാർ ഉണ്ടാവുന്നുണ്ടായിട്ട്. മൂന്നാമത്തത് ജറത്തും ചൊന്നെങ്കിൽ ഈ മണ്ണിടെ കൂജയായിട്ടിക്കട്. ഈ മണ്ണിടെ പാത്ര തന്നി കുടിக்கிற എനിക്കത്തെ തന്നി വീത്തി വെക്കിற എനിക്കത്തെ കൂജയിക്കിടല്ലേ, ആ ഒരു കൂജല് ഷുറുബുൽ മാഇ മിൻഹ, അതിൽ നിന്ന് തന്നി കുടിക്കുന്നതായിട്ട് ഒരാൾ കിനാവ് കണ്ടെങ്കിൽ അയാൾക്ക് മാലുൻ ഹലാലുൻ, ഹലാലായ കുറേ സമ്പത്ത് അയാൾക്ക് ഉണ്ടാവുന്നുണ്ടായിട്ടിക്കടെ. അതേപോലെ ആറാമത്തേത് ജംറത്തുന്നാരി അല്ലെങ്കിൽ ജമറുന്നാർ, തീനെ കണലായിട്ടിക്കടെ അയാൾ കിനാവ് കണ്ടെങ്കിലും അത് റിസ്ഖുൻ ആജിലുൻ, അയാൾക്ക് എത്ര വേഗത്തിൽ പഠിച്ചോ നല്ല അഭിവൃദ്ധി കൊടുക്കുക, അയാൾ റിസ്ഖ് വിശാലമാക്കുക, ധാരാളമായിട്ട് അയാൾക്ക് സമ്പത്ത് കൊടുക്കുടാണ്ടായിട്ടിക്കടെ. ഏഴാമത്തേത് അൽ ജുമൈറും ചൊന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ അർത്തിപ്പലായി അഞ്ചീറും ചൊല്ലല്ല, അതിൽപ്പെട്ട ഒരു ടൈപ്പ് ഇതായിട്ടിക്കടെ ഈ ജുമൈറും ചൊന്നകണിക്കത്ത് ഒരു ടൈപ്പ് അത്തിപ്പലമായിട്ടിക്കടെ അഞ്ചീറായിട്ടിക്കടെ. അത് ഒരാൾ കണ്ടെങ്കിൽ യദുല്ലു അലാ മാലിൻ ഹലാലിൻ, ധാരാളം ഹലാലായ സമ്പത്ത് അയാൾക്ക് ഉണ്ടാവുന്നുണ്ടായിട്ടിക്കടെ. മാത്രമല്ല യദുല്ലു അലാ കസീരി റിബ്ഹി, ധാരാളമായിട്ട് അയാൾക്ക് ലാഭം, അയാൾ ബിസിനസ് ആക്കുന്ന ആളായിട്ട് ഇന്നുണ്ടെങ്കിൽ അയാൾക്ക് യാറെ ലാഭം ഉണ്ടാവും. അങ്ങനെ ഏതായിട്ടും അയാൾ ഈ ഒരു 7 കിനാവ് കണ്ടെങ്കിൽ അയാൾ സമ്പത്ത് യാറാവുന്നുണ്ടായിട്ടിക്കടെ. ഇതിന്റെ വ്യാഖ്യാനമായിട്ട് മഹാന്മാർ അങ്ങനെ കിതാബിൽ എഴുതി തന്നെ എനിക്കത്തെ വിഷയമായിട്ടിക്കടെ. ഇതല്ലാത്ത കുറേ വിഷയമുണ്ടോ ഇതിൽ, പ്രത്യേകമായിട്ടുള്ള ഒരു 7 വിഷയം മാത്രം ഞാൻ ചെന്ന ഇത് മാത്രം കണ്ടെങ്കിൽ സമ്പത്ത് യാറാവുന്നുണ്ടല്ല, വേറെയും കുറേ വിഷയങ്ങൾ ഇതിലെ സമ്പത്ത് യാറാവുടെ കാര്യങ്ങളിലും ഉണ്ട്. അപ്പൊ ഇത് ഈ ഒരു 7 കാര്യങ്ങൾ കണ്ടെങ്കിൽ നിങ്ങൾ അർത്ഥാക്കി വെക്കുക. ഇതിന്റെ വ്യാഖ്യാനമായിട്ടിക്കടെ സമ്പത്തും ആസ്തിയും ഞാമത്തും യാറാവുന്നുണ്ട്. മഹാന്മാർ അങ്ങനെ കിതാബിൽ പഠിപ്പാടി തന്നെ എനിക്കത്തെ വിഷയമായിട്ടിക്കടെ. പഠിച്ച റബ്ബ് നിങ്ങൾക്ക് നാഫിയായ ഇൽമ അള്ളാഹു തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് വിഷയങ്ങൾ പഠിക്കുകയും അർത്ഥാക്കുകയും ജീവിതത്തിൽ അത് പകർത്തുകയും അള്ളാഹു നിങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് തരട്ടെ. ഈമാനിൽ ജീവിച്ച് ഈമാനോടെ മരിക്കൂല്ലേ, ആ വലിയ സൗഭാഗ്യ പഠിച്ച റബ്ബ് നിങ്ങൾക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.